ഒരു കുഞ്ഞനെലിയാണ് ഇപ്പോൾ ലോകമാകമാനം വൈറലായിരിക്കുന്നത്. സ്ക്രീനിൽ തട്ടി പണമുണ്ടാക്കാൻ കഴിയുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിമിന്റെ പുറകെയാണ് കുട്ടികളും മുതിർന്നവരും. ലോഞ്ച് ചെയ്ത ഏതാനും മാസങ്ങളെ ആയുള്ളൂവെങ്കിലും 40 രാജ്യങ്ങളിലായി 200 മില്യണിലധികം ആളുകളാണ് ഗെയിം നിലവിൽ കളിക്കുന്നത്. ഇതുവഴി ശരിക്കും പണം ലഭിക്കുമോ? ടെലഗ്രാം വഴി പ്രവർത്തിക്കുന്ന ടാപ്പ് ടു ഏൺ ഗെയിമിംഗ് ബോട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് മലയാളികൾക്കിടയിലും സുപരിചിതമായി കഴിഞ്ഞു. ഗെയിം പരിചിതമായതോടെ ഗെയിമിനെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റാഗ്രാം പേജുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലുമടക്കം സജീവമാണ്. ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നാണ് ഗെയിം നിർമ്മാതാക്കൾ തങ്ങളുടെ ഔദ്യോഗിക പേജുകളിലൂടെ വ്യക്തമാക്കുന്നതെങ്കിലും വെറുതെ വിരൽ തൊട്ടുകൊണ്ട് ഒരു പണമിടപാട് നടത്താൻ കഴിയില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ടെലഗ്രാം മെസഞ്ചറിൽ പ്രവർത്തിക്കുന്ന പ്ലേ ആൻഡ് ഏൺ ഗെയിമിംഗ് ബോട്ടാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. കളിക്കുന്നതിനോടൊപ്പം ക്രിപ്റ്റോയുടെയും വെബ്3 വ്യവസായ മേഖലയുടെയും അടിസ്ഥാന ധാരണ കളിക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു. ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിജിറ്റൽ നാണയങ്ങളാണല്ലോ ക്രിപ്റ്റോ കറൻസികൾ. ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നത് ഇത്തരമൊരു ക്രിപ്റ്റോ കറൻസിയാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ കളിക്കാവുന്ന ഈ ഗെയിമിൽ നിങ്ങൾ ഒരു സാങ്കല്പിക ബിസിനസ് കമ്പനിയുടെ CEO ആയിരിക്കും. കമ്പനിയുടെ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനായി കോയിൻസ് അഥവാ ടോക്കൺ സമ്പാദിക്കുകയെന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ടെലിഗ്രാം ലിങ്കുകൾ വഴി നേരിട്ട് ഗെയിമിലേക്ക് കടക്കാം. തുടർന്ന് സ്ക്രീനിൽ ഹാംസ്റ്റർ എന്ന ജീവിയെ കാണാം. ഹാംസ്റ്റർ എന്നത് ഓമനപ്പേരിൽ വളർത്തുന്ന എലിയാണ് താരം. എലിയുടെ ദേഹത്ത് തുടരെ വിരലമർത്തിയാൽ കോയിനുകൾ സമ്പാദിച്ചു തുടങ്ങാം. മാത്രമല്ല, പ്രതിദിന ടാസ്കുകൾ പൂർത്തിയാക്കിയും ലിങ്കുകൾ ഷെയർ ചെയ്തും ഗെയിമിന്റെ ഒഫീഷ്യൽ പേജുകൾ ഫോളോയും സബ്സ്ക്രിപ്ഷൻ ചെയ്തുമൊക്കെ മില്യൺ കണക്കിന് കോയിനുകൾ സമ്പാദിക്കാം. ഇതിനോടകം 500 മില്യൺ മുതൽ 1 ബില്യൺ വരെ കോയിൻ സമ്പാദിച്ചവർ ഉണ്ട്. നിലവിൽ ക്രിപ്റ്റോ വിപണിയിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കോയിനെ ഒരു ഡിജിറ്റൽ നാണയമായി ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഗെയിം കളിച്ചും മറ്റും വാലറ്റിൽ സമ്പാദിച്ച കോയിനുകൾക്ക് മൂല്യത്തിനനുസരിച്ചുള്ള പണം ടോൺ വാലറ്റ് ആപ്പിന്റെ സഹായത്തോടെ ഡോളറിലേക്കും മറ്റു കറൻസികളിലേക്കും മാറ്റി അക്കൗണ്ടുകളിൽ എത്തിക്കാൻ കഴിയുമെന്നതാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ജൂലൈയിൽ ഹാംസ്റ്റർ കോയിനുകൾ ക്രിപ്റ്റോ വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതോടെ ലക്ഷപ്രഭുക്കളാകാമെന്ന ശുഭപ്രതീക്ഷയാണ് കളിക്കാർക്ക്. ഗെയിം തട്ടിപ്പാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും തട്ടിപ്പിന്റെ സാധ്യതകൾ ഈ മേഖലയിൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗെയിമിന്റെ ഉടമസ്ഥരും നിർമ്മാതാക്കളും ഇപ്പോഴും അജ്ഞരാണ്. ഹാക്കിംഗ് വമ്പന്മാരുടെ പറുദീസയായ റഷ്യയാണ് ഈ ഗെയിമിന്റെ ഉറവിടമെന്നത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉയർത്തുന്നു. പുതിയ ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കുമ്പോൾ അതിന്റെ സാങ്കേതിക വശങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമായി വിശദീകരിച്ച വൈറ്റ് പേപ്പർ എന്ന അടിസ്ഥാന രേഖ പുറത്തിറക്കിയിട്ടില്ല. ഇതും ഈ ഗെയിമിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഘടകമാണ്. ഗെയിമിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് AI സാങ്കേതികവിദ്യ ആണെന്നതും സംശയം ഉയർത്തുന്നു. ക്രിപ്റ്റോ വിപണിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത കുട്ടികൾ അടങ്ങുന്ന സമൂഹം വിശ്വസിക്കുന്നത് പോലെ ഈ വിപണിയിലെ ഇടപാടുകൾ അത്ര എളുപ്പമല്ല. ക്രിപ്റ്റോ മൈനിങ് വെറുതെ സ്ക്രീനിൽ തട്ടുന്നത് പോലെ എളുപ്പവുമല്ല. ബിറ്റ്കോയിനോടും വിപണിയിലെ മറ്റു കോയിനുകളോടും താരതമ്യപ്പെടുത്തി ഹാംസ്റ്റർ കോമ്പാക്റ്റ് വലിയ തെറ്റിദ്ധാരണകളാണ് യുവാക്കളിലടക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ യുവാക്കളിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള വലിയൊരു ചിത്രം കൂടിയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ വിജയം നൽകുന്നത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന രീതിയിലാണ് പലരും ഗെയിമിൽ പങ്കെടുക്കുന്നത്. പണം ലഭിക്കുമെന്ന് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ തള്ളുകൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണെങ്കിലും അക്കാര്യത്തിൽ വിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ തലവെച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി.